കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ എത്ര വലുതായാലും നമ്മളെ വിട്ടു പോകില്ല അല്ലെ. അത് മനസ്സിനെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും കൂടിയാണെങ്കിലും അങ്ങനെ എന്റെ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ ഇന്ന് പറയുന്നത്. ഒരു കുഞ്ഞു മനസ്സിന് മുറിവേറ്റ ഒരു അനുഭവം ഇന്ന് ഞാൻ ഓർക്കാറുണ്ട്. എനിക്ക് 45 വയസ്സ് പിന്നിട്ടിട്ട് പോലും ഞാൻ ആ കാര്യം ഓർക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ TV ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ വീട്ടില് ഞാൻ +2 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കേട്ടോ TV വന്നത്. അപ്പോൾ അതിനു മുന്നേയൊക്കെ ചെറിയ പ്രായത്തിൽ അടുത്ത വീടുകളിലൊക്കെ പോയി ഇരുന്ന് കാണുകയായിരുന്നു. നീളമുള്ള ഒരു മുറിയുടെ അറ്റത്ത് TV വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാനായിട്ട് ഒരുപാട് ഞങ്ങൾ കുട്ടികളുണ്ട്, അതുപോലെ മുതിർന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ കൊച്ചു കുട്ടിയാണ്, ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലേക്ക് ഞാൻ പഠിക്കുന്നത് കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു പോലുമില്ല എന്റെ കാല്, അതായത് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല, എന്റെ കാല് ഫ്രണ്ടിലിരുന്ന പെൺകുട്ടി തന്നെ അങ്ങനെ ഇങ്ങനെ ഞാൻ ചവിട്ടുവോ ഇങ്ങനെ മാറിയിരിക്കും ഇങ്ങനെ അങ്ങനെ കളിക്കുവോ അങ്ങനെ എന്തോ ഒന്ന് ചെയ്തു എന്ന് എനിക്കറിയില്ല. അതിന്റെ പിറ്റേ ദിവസം എന്നെ മോശമായിട്ട് ഈ മറ്റേ പെൺകുട്ടിയുടെ അമ്മ പറയുവാണ് കേട്ടോ, ഇവള് കാല് വെച്ച് കൊച്ചിനെ കുത്തുന്നു. ആ പറയുന്ന കുട്ടി എന്റെ സെയിം പ്രായമാണ്. അപ്പൊ ഞാൻ ഇവളും അവരുടെ മകള് കൊച്ചുമാണ് കേട്ടോ. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവളെ കൊച്ചിനെ കാല് വെച്ച് കുത്തുന്നു. ഞാനെന്താ വല്ല ക്രിമിനൽ ആയിരുന്നോ, അല്ലെങ്കിൽ ഞാനെന്താ താഴ്ന്ന ജാതിക്കാരിയാണോ? എന്റെ അതേ കാസ്റ്റിലുള്ള ആളുടെ കാര്യം പറയുന്നത്. കൊച്ചു കുട്ടികളൊക്കെ ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൊണ്ട് ചവിട്ടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യും. ചിലപ്പോ ഇങ്ങോട്ട് തട്ടിക്കാണും അങ്ങോട്ട് തട്ടിക്കാണും, ചിലപ്പോൾ സ്ഥലമില്ലാതെ ഇച്ചിരി നീങ്ങിയിരിക്കുന്നതായിരിക്കും കാണിച്ചത്. അന്നത്തെയൊക്കെ ഒരു സാഹചര്യമല്ലേ, മണ്ണിൽ കളിച്ച് കിടക്കുന്നതൊക്കെ ഒരു പ്രായം, പെറ്റിക്കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്ന പ്രായം. പക്ഷെ ഒരുമിച്ച് കുളിക്കാനും കളിക്കാനും ഒക്കെ പോകുന്ന പിള്ളേരാ. അപ്പോ കാലുകൊണ്ട് തട്ടി എന്നുള്ളത് അത്ര ഒരു മഹാ അപരാധമായിട്ട് എടുത്ത് അത് മറ്റുള്ളവരോട് ഞാനും കൂടെ നിന്നപ്പോൾ എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരാ പറഞ്ഞത് എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഭയങ്കര സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ ആയിരുന്നു കേട്ടോ അത് കേട്ടിട്ട്. ഇത്രയും നാളായിട്ട് പോലും ഞാൻ ആ കാര്യം എനിക്ക് തോന്നുന്നത് ആ നാട്ടിലുള്ളവര് ഈ മരിച്ചുപോയ ആ സ്ത്രീയെ ഓർത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവരെ ഓർത്തിട്ടുണ്ടെന്നാണ്. കാരണം ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയങ്കര വിഷമം തോന്നി. നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കണം. കൊച്ചുകുട്ടികളെ, മുതിർന്നവരെ, വയസ്സായവരെ, കൊച്ചുകുട്ടികളെയൊക്കെ നമ്മളോട് ചേർത്ത് പിടിക്കണം. ചെറിയ കുട്ടികൾക്ക് പക്വതയായിട്ടില്ല. നമ്മളൊരു 10 വയസ്സുള്ള ഒരു കുട്ടി കാണിക്കുന്ന അപക്വമായിട്ടുള്ള പെരുമാറ്റങ്ങള് ഒരു 30 വയസ്സായ നമ്മൾ കാണിക്കോ? ഇല്ല. അവർ ജീവിതം പഠിച്ചു വരുന്നേ ഉള്ളൂ. എങ്ങനെ പെരുമാറണം, എങ്ങനെ നല്ല സംസ്കാരത്തോടെ ജീവിക്കണം എന്നൊന്നും അവർക്ക് അറിയില്ല. നമ്മള് ചെറുപ്പത്തിൽ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ഓക്കെ. നമ്മളന്ന് ഈ ഗവൺമെന്റ് സ്കൂളിലും മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്ന ഈ കൊച്ചു കുട്ടികൾ ഒരേ തരക്കാര് തമ്മിൽ കളിക്കുമ്പോൾ കാലുകൊണ്ട് തട്ടി മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സെയിം അനുഭവം എനിക്ക് വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നേ. അവിടെ എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ, അവരുടെ മുതിർന്ന ചേച്ചിമാരെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിക്കും. അപ്പം പുറകുവശത്തിരുന്ന് കളിക്കുക. അതിന്റെ അടുത്ത വീട്ടിലായിരുന്നു എന്റെ അമ്മ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പാത്രം കഴുകാനൊക്കെ എന്റെ അമ്മ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്തൊരു ചായക്കടയാണ്. അപ്പൊ ഈ ചായക്കടയുടെ ഒക്കെ പുറകുവശം ഈ അമ്മച്ചി ജോലി ചെയ്യുന്ന വീടിന്റെ പുറകുവശം എല്ലാം അടുത്തടുത്താണ് കേട്ടോ. ഞാനീ പറയുമ്പോ നമ്മുടെ ആ ജോലിക്ക് പോയ വീട്ടിലെ ചേച്ചിയൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാ ദിവസവും ഈ ചായക്കടയുടെ പുറകില് ഉണ്ടംപൊരി, പഴംപൊരി ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ മണം ഇങ്ങനെ വരും. പക്ഷെ ഇവിടെ നിന്ന് ചാച്ചൻ മേടിച്ചുകൊണ്ട് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടൊക്കെ തരും കേട്ടോ. അതുകൊണ്ട് ചായക്കട പലഹാരത്തിനോടൊന്നും വലിയ കൊതിയൊന്നുമില്ല. മിക്കവാറും ചാച്ചൻ എന്റെ അപ്പം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം, അതൊരു പൊതി, പ്രത്യേകമായിട്ട് ഒരു പൊതി ഞങ്ങൾക്ക് ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കാണും അതിനകത്ത്. എത്ര പൊതി കെട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഒരു 3 മണി 4 മണി സമയത്തൊക്കെ വരുന്ന ഈ ചായക്കടയിൽ നിന്ന് വരുന്ന ഈ മണമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കൊതിയൊക്കെ വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചുകുട്ടി ആയിരുന്നിട്ട് കൂടി അവരുടെ മക്കളുടെ കൂടെ കളിച്ചുകൊണ്ട് അവരുടെ മുറ്റത്തുകൂടെ, അടുക്കള മുറ്റത്തുകൂടെ കളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടി ആയിരുന്നിട്ട് കൂടി അവരെ തിന്നുവാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ഈ പഴംപൊരി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനെ പൊരിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ തെറിച്ചെടുക്കുന്ന മാവുകൾ പോലും ഉണ്ടാവൂലേ പൊരി മാറ്റിയിടുന്നത്, അതുപോലും തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ പക്ഷെ ഒരു പ്രാവശ്യം തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പൊളിപ്പിച്ചിട്ട് ഒരു ദിവസം എന്തോ തിന്നാനായിട്ട് തന്നു. അത് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളില് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പലഹാരമാണെങ്കിൽ പോലും ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക്
പാവപ്പെട്ട വീട്ടിലെ ഏതെങ്കിലും ഒരു കൊച്ചും തള്ളയൊക്കെ വന്ന് എന്തെങ്കിലും വേറെ ആവശ്യത്തിന് വന്നാലും നമ്മളത് കഴിക്കാൻ അതിൽ നിന്ന് ഒരെണ്ണം കൊച്ചിനെടുത്ത് കൊടുക്കില്ലേ? ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴും ഇവിടെ ഇച്ചായൻ ജോലിക്ക് പോകുന്ന പണിക്കൊക്കെ പോകുന്ന വീടുകളിൽ നിന്ന് അവിടെ മിക്ക വീടുകളിൽ ആരെങ്കിലുമൊക്കെ ഗൾഫിലുണ്ടാവും കേട്ടോ. അവർ കൊണ്ടുവരുന്ന മിഠായികൾ, പിള്ളേരൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന മിഠായികളൊക്കെ ഇച്ചായന് കൊടുക്കും. അപ്പൊ ഇച്ചായൻ അത് പുതിയതായിട്ട് എനിക്ക് കൊണ്ടുത്തരും, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ. അതൊക്കെ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് എടുത്തു കൊടുക്കും. എന്റെ കൊച്ചു കടയിൽ പോലും വരുന്ന പിള്ളേർക്ക് ഞാൻ മിഠായി ഒക്കെ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചില സാധനങ്ങൾക്ക് ചെലവില്ല എങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ, ഡേറ്റ് ആയിട്ടല്ല ആവുന്നതിന് മുന്നേ തന്നെ എനിക്കറിയാം ഈ സാധനം മേടിച്ചത് എന്റെ തലയിലായി, ഇതൊന്നും വലിയ ചെലവില്ല, കുറച്ചൊക്കെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഞാനത് ആർക്കെങ്കിലും പാവത്തുന്നവർക്കൊക്കെ വരുമ്പോ വേണോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കും. അതും പറഞ്ഞു കൊടുക്കും, ഇതിനിതാണ്ട് അടുത്ത മാസം വരെ ഡേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊണ്ട് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഉപയോഗിച്ചാൽ തീരില്ല എന്നും പറഞ്ഞ് ഇത് തന്നേക്ക് എന്നും പറഞ്ഞ് എത്രയോ പേര് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ നന്മയൊക്കെ നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, എത്ര ആഗ്രഹിച്ചാലും മാനിഫെസ്റ്റ് ചെയ്യാത്തതിന്റെയും അതുപോലെ എത്ര പ്രാർത്ഥിച്ചാലും ദുരിതങ്ങളൊന്നും വിട്ടൊഴിയാതിരിക്കുന്നതിന്റെയും ഒക്കെ കാരണം എന്താണെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയും മറ്റുള്ളവരുടെ മനസ്സൊന്നും വേദനിപ്പിക്കാതിരിക്കണം കേട്ടോ. അപ്പൊ ആ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇന്നത്തെ വീഡിയോ എടുക്കാം. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന 2 സംഭവങ്ങളാണ് കേട്ടോ. ചില ആളുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ച് കളയും. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രായമായാൽ പോലും നമ്മളത് മറക്കൂല. ഈ മനുഷ്യന്റെ മനസ്സ് എത്ര കാലം മുമ്പ്, എത്ര സെക്കൻഡ് കൊണ്ടാണല്ലേ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നടന്ന, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കാര്യങ്ങള് ഇപ്പോഴും ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ മനസ്സിൽ വ്യക്തമായിട്ടുള്ളത്. ആ പറഞ്ഞവരുടെ ഒക്കെ മുഖം എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ചില മുഖങ്ങളൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. എന്നാൽ യാതൊരു വിധത്തിലുള്ള അടുപ്പങ്ങളും ഇല്ലാത്ത പണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന പലരെയും ഇപ്പോൾ ഓർത്തെടുക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ മുറിവേറ്റത് കൊണ്ട് തന്നെ ചില മുഖങ്ങൾ നമ്മൾ മറന്നുപോകില്ല. ഈ കൊച്ചു കുട്ടികളുടെ മനസ്സേ വല്ലാതെ വേദനിക്കും പ്രായമായവരെക്കാട്ടിലും. അവരുടെ മനസ്സിൽ അത് മായാത്ത മുറിവുകൾ തന്നെ ഉണ്ടാക്കും. പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമല്ലോ, കൂടുതലും പെൺപിള്ളേര് സമൂഹത്തിൽ അങ്ങനെ പൊതുവെ കാണാറില്ല അധികം. അവരവരുടെ കാര്യത്തിന് എവിടെയെങ്കിലും വന്നു പോകുന്നു, വീട്ടിൽ വരുന്നു പോകുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. സമൂഹത്തിലേക്ക് നമ്മൾ വയസ്സായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ പണ്ട് നമ്മൾ ഈ 10-12 വയസ്സുള്ള ആൺകുട്ടികൾ ഒന്നുമല്ലാതെ കണ്ടിരുന്ന ആൺകുട്ടികളൊക്കെ ആയിരിക്കും നാളെ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്കൊരു സഹായത്തിനൊക്കെ ആയിട്ട് ഉണ്ടാവുക, എന്തെങ്കിലും കാര്യത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് കൊച്ചുകുട്ടികളെ ഒന്നും നമ്മള് അവരൊന്നും വലിയ പിള്ളേരല്ലല്ലോ എന്ന് ഓർത്ത് ചുമ്മാ കളിയാക്കി വഴക്ക് പറയും ഒന്നും ചെയ്യാതെ അവരെ ചേർത്ത് പിടിക്കുക, നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ, നല്ല മനുഷ്യരായിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായ അനുഭവങ്ങളാണ് ഓർത്ത് പറഞ്ഞത്. പല കാര്യങ്ങളുണ്ട് കേട്ടോ, അതിൽ ഓർത്ത 2 കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ എല്ലാവർക്കും കാണുമായിരിക്കൂലേ ഇങ്ങനത്തെ അനുഭവങ്ങള്. പലർക്കും പല അനുഭവങ്ങളല്ലേ അല്ലേ. ഞാൻ എന്റെ അനുഭവം പറഞ്ഞു, ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയില് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ടിപ്പൊക്കെ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.